ഹലോ, ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴയ മഗ്ഗുകൾക്ക് ഒരു പുതിയൊരു ഡിസൈൻ ടച്ച് എങ്ങനെ കൊടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്ന് എടുത്തേക്കണ മഗ്ഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേ അധികം പ്രിൻ്റ് ഒന്നുമില്ല, വെറുതെ അഡ്വർടൈസ്മെൻറ്റ് പേരും ഫോൺ നമ്പറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു മാത്രം. ഒരു മഗ്ഗ് നമുക്ക് ഇവിടുന്ന് കോംപ്ലിമെൻറ്റ് കിട്ടിയതാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അത് പോകാനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെറുതെ സാൻഡ് പേപ്പർ വെച്ച് വെറുതെ ഒന്ന് ഉരച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഫുള്ളായിട്ട് പോകുന്നില്ല, ചെറുതായിട്ട് പാടൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, നമുക്കതിൻ്റെ മുകളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്തേക്കണത്. ഇനി ഫുള്ളായിട്ട് പ്രിൻ്റ് വരുന്ന മഗ്ഗുകളുണ്ട്, ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ, പിന്നെ നമ്മുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടൊക്കെ കുറേ പേര് നമുക്ക് ഗിഫ്റ്റൊക്കെ തരില്ലേ. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് നമുക്കൊന്ന് കാണാം.
കാരണം നമ്മുടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയെടുക്കുക. അത് നല്ലോണം ഡ്രൈ ആവണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വാർണിഷ് അടിക്കണത്. വാർണിഷ് അടിക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലോ കിട്ടാനും പിന്നെ അത് എന്താ പറയുക വെള്ളത്തിനെ റെസിസ്റ്റ് ചെയ്യാനും. വെള്ളം നനഞ്ഞൊന്നും പോകാൻ പാടില്ല. നമുക്ക് അപ്പൊക്കെ കഴുകുമ്പോൾ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാർണിഷ് അടിക്കുന്നത്. വാർണിഷിൻ്റെ സ്പ്രേ ഉണ്ട്, പിന്നെ സാധാരണ നമ്മൾ ബ്രഷ് കൊണ്ട് അടിക്കണമെന്നുണ്ട്. ബ്രഷ് കൊണ്ട് അടിക്കുന്നത് അത്ര നല്ലതല്ല, സ്പ്രേ തന്നെ വാങ്ങാൻ നോക്കുക. അപ്പം അതടിച്ചു കൊടുക്കുക. അതടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഗ്ലോ ആയിരിക്കും. പിന്നെ അത് പോവില്ല, എന്താ പറയുക ഫുൾ സെക്യൂറായിട്ടിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.